ഔട്ട്ഫിറ്റ് ഇതിന് മൊത്തം ഇപ്പോൾ എത്ര രൂപയുടെ? 1900 അപ്പം ബ്രോ എങ്ങനെ രാവിലെ എപ്പോൾ എത്തി? രാവിലെ ഒരു 2 മണി 2:30 ആ സമയത്താണ് എത്തിയത്. 2:30 എത്തി. അപ്പോൾ ഈ ഔട്ട്ഫിറ്റ് ഇതിന് മൊത്തം ഇപ്പോൾ എത്ര രൂപയുടെ? 1902 കറക്റ്റ്. അപ്പോൾ എത്ര ദിവസത്തെ മെനക്കായിട്ടാണ് ഇതൊക്കെ? ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ട് ഒരു 8 ദിവസം വന്നു. 8 ദിവസം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു 4-5 ദിവസം കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചു. എപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നുന്നത് ഈ ഒരു അല്ലു അർജുൻ്റെ ഒരു ഇതിലേക്ക് വരാൻ? ഐഡിയ തോന്നുന്നത് വെച്ചാൽ ആക്ടിങ് ആണ് താല്പര്യം. അപ്പോൾ അത് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ വരുമ്പോൾ ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ ഇതൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ കാണുന്നത്. അഭിനയത്തിലേക്കുള്ളൊരു ചവിട്ടുപടിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് ആരെങ്കിലും കണ്ടുപിടിക്കണം. അല്ലു അർജുൻ ആരാധകനാണോ ശരിക്കും? ഞാൻ പുള്ളിയുടെ ആരാധകൻ തന്നെ. മെയിനായിട്ട് സൂര്യ സാറ ഫാനാണ്. അപ്പോൾ പുള്ളിയുടെ കങ്കുവയായിട്ട് വന്നിരുന്നില്ല? അതെ കങ്കുവ ആയിട്ട് വന്നത്. കങ്കുവയ്ക്ക് ശേഷം വീണ്ടും ഇപ്പം പുഷ്പയായിട്ട് എത്തിയിരിക്കുക. ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് താല്പര്യം. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്തത്. പുതിയ അവസരങ്ങളൊക്കെ ഈ കങ്കുവയായിട്ട് ചെയ്തതിന് ശേഷമുള്ള ഒരു പ്രതികരണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് കുറച്ച് നെഗറ്റീവ് റിവ്യൂസൊക്കെ വന്നു. പക്ഷേ അത് പടത്തിന് മൊത്തത്തിൽ നെഗറ്റീവ് ആയിരുന്നു. അതെ അതുകൊണ്ടായിരിക്കണം. അതല്ലാതെ എന്നുള്ളത് അറിയില്ല. പേഴ്സണലി അധികം പേര് വിളിച്ച് കുറച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അന്നാണെങ്കിൽ കങ്കുവായിട്ട് വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ അന്ന് ഹാർഡ് വർക്ക് ചെയ്തു. അത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. അതിൻ്റെ മെറ്റീരിയൽസും കോസ്റ്റ്യൂംസൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുക്കും. ഇതുപോലല്ല, അത് കുറച്ച് എളുപ്പത്തിൽ ചെയ്തു. അത് കുറച്ച് അപ്പോൾ അതിൽ വന്ന കമൻസ് ഒക്കെ ശ്രദ്ധിച്ചിരുന്നു? അത് ഓണത്തിനിടയ്ക്ക് മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിലിപ്പോൾ എങ്ങനെയാണ് പ്രതീക്ഷ ഈ ഒരു സാധനത്തിൽ? അത് കണ്ടാലേ അറിയുള്ളൂ. എങ്ങനെയാ പെരുമാറുന്ന അറിയില്ല. എന്താ പുഷ്പ കണ്ടോ? സിനിമ കണ്ടോ? പുഷ്പ കണ്ടിട്ടില്ല. ഞാൻ വൈകിട്ടാണ് എത്തിയത്. അത് ശരി. ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അത് വൈകിപ്പോയി. അവിടെ ട്രെയിൻ കുറച്ച് ലേറ്റായി. പിന്നെ അവിടെ നിന്ന് ഡ്രസ്സ് കോസ്റ്റ്യൂമൊക്കെ ചെയ്ത് വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും. സിനിമ കഴിഞ്ഞ് സിനിമയ്ക്ക് അത്യാവശ്യം നല്ല പ്രതികരണം വരുന്നത്. അപ്പം നിങ്ങളുടെ ഈ ഒരു ഔട്ട്ഫിറ്റിന് നല്ല പ്രതികരണം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പ്രതീക്ഷ. ഇന്നത്തെ പരിപാടി എന്താ? പുഷ്പയായിട്ട് ഫുൾ ഡേ ഇങ്ങനെ ആയിരിക്കും? ഫുൾ ഡേ അല്ല, ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ പോകും. നാട്ടിലേക്ക് തിരിച്ചു പോകും. സ്ഥലം എവിടെയാണ്? അപ്പോൾ കോഴിക്കോട് കല്ലായി. എൻക്വയറീസ് ഒക്കെ വന്നിരുന്നത് ആരെങ്കിലും കോൺടാക്ട് ചെയ്ത ഈ കങ്കുവായിട്ട് വന്നതിന് ശേഷം? കങ്കുവായിട്ട് എങ്ങനെ? അതായത് സിനിമയിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസരങ്ങൾ വന്നിരുന്നോ കങ്കുവായിട്ട്? ഇതിൽ സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ പടങ്ങളിൽ ചെറിയ പ്രതീക്ഷയാണിത് കിട്ടണം. അപ്പം ഇത് ഇപ്പം വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യുന്നുണ്ടോ? ഡാൻസോ പാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഞാൻ ചെറുപ്പം മുതലേ ഒരു ഡാൻസറായിരുന്നു. സൂപ്പർ ഡാൻസറിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസായി കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മെയിനായിട്ട് പുള്ളി അല്ലു അർജുൻ സാറെ മെയിൻ ഡാൻസ് അതാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ പുഷ്പയുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? 2000 കോടി കളക്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? 2000 കോടി പ്രതീക്ഷിക്കാം. നമുക്ക് ഇനിയുള്ള റിവ്യൂ പടം ഹിറ്റായാലേ നിങ്ങൾ ഹിറ്റാകത്തുള്ളൂ. അപ്പം എന്താണ്? അതുകൊണ്ട് പ്രാർത്ഥിക്കാം ഹിറ്റാവണം. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അവസരങ്ങൾ ലഭിക്കട്ടെ. താങ്ക് യു.